ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസത്തിലെ സന്തോഷം എന്ന് പറയുമ്പോൾ വീക്കെൻഡിൽ ഒരു ദിവസം കിട്ടും. ആ ദിവസത്തിൽ ഫാമിലിയും കൂട്ടിയിട്ട് നമ്മൾ എല്ലായിടത്തുനിന്ന് പോകുക എന്നുള്ളതാണല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. കാരണം ഒരുപാട് ലോങ് ഒന്നും പോകണമെന്നില്ല, തൊട്ടടുത്ത് തന്നെ ആയാലും ജസ്റ്റ് ഒന്ന് എല്ലാവരും കൂടി പോവുക, ഔട്ടിങ്ങിന് പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇത് നമ്മൾ ദുബായ് മോളിൽ പോയപ്പോൾ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് നമ്മൾ ഉമ്മ ഉള്ളപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞാനിവിടെ 9 വർഷം മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഉമ്മ വന്നപ്പോഴാണ് പോണത്. നമ്മളങ്ങനെ ഒരുപാടൊന്നും സൺഡേ ആണ് ഇപ്പോൾ ഇവിടെ ലീവ് ദുബായിൽ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ അടുത്തുള്ള ലുലുവിൽ പോകും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ തൊട്ടടുത്തുള്ള ഷോപ്പുകളാണ് പോകാറുള്ളൂ. അങ്ങനെ ദൂരം വഴിയൊക്കെ വല്ലപ്പോഴും ആയിട്ടാണ് പോകാറുള്ളൂ കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദുബായ് മോളിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് കാണാനായിട്ട് ഭംഗിയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വാങ്ങിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും, കാരണം ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ. ഇതിപ്പം ഭംഗി കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അങ്ങ് എടുത്താണ് കേട്ടോ. ഉമ്മയും പറയുന്നുണ്ടായിരുന്നു എന്തൊരു ഭംഗിയാണെന്നുള്ളത്. അങ്ങനെ എനിക്ക് നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു. 2.5 വർഷമായിട്ടുണ്ട് നാട്ടിൽ പോയിട്ട്, ഒരുപാട് സമയമായില്ലേ. ഞാനിങ്ങനെ നാട്ടിൽ പോകാതിരുന്നിട്ടില്ല. ഞാൻ പറയുന്നത് തന്നെ വീണ്ടും ഓരോ വീഡിയോസിലും പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെയുള്ള സന്തോഷം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ എടുക്കുന്നതിലും അപ്ലോഡ് ആക്കുന്നതിലൊക്കെയാണ് കേട്ടോ. കാരണം നേരം പോകാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോലിക്ക് പോകണം. ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതെന്തായാലും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജോലി, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അതൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെന്തായാലും ജോലി വേണ്ടേ. അപ്പോൾ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ റൂമിൽ തനിച്ചാവുമ്പോൾ മക്കളും കാര്യങ്ങളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ എന്താ പറയുക, ബോറടിച്ച് പോകില്ലേ. അപ്പോൾ ആ ബോറടി മാറ്റാനായിട്ടും പിന്നെ എൻ്റെ ഒരുപാട് ആംബിഷൻസും കാര്യങ്ങളുണ്ട്. അതിലോട്ട് എത്തിപ്പെടാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. മേ ബി എത്തിപ്പെടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ട കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അതവിടെ ഒരു അടഞ്ഞ അധ്യായം പോലെ അതങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ. പിന്നെ ഈ ഒരു ദുബായ് മോളിൻ്റെ ഉള്ളിൽ ഒരുപാട് കാണാനായിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം എന്താ പറയുക, എല്ലാവരും പോണൊരു സംഭവമല്ലേ. ഒട്ടും എക്സ്പെൻസ് ഇല്ല, ട്രാവലിങ്ങിൻ്റെ എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ മെട്രോക്ക് പോകാനായിട്ട് പറ്റും. മെട്രോയുടെ ഉള്ളിൽ കൂടെ കുറേ അങ്ങ് നടക്കാനായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, മറ്റേ ബുർജ് ഖലീഫയുടെ ഒരു വീഡിയോ. അത് ഇതിൻ്റെ ഔട്ട് സൈഡിലായിരുന്നു. അതും കാണാനായിട്ട് ഒരുപാട് സംഭവമുണ്ട് കേട്ടോ. ഞാനത് വീഡിയോ മുൻപ് അപ്ലോഡ് ആക്കിയിട്ടുണ്ടോയെന്ന് കണ്ടു നോക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, എല്ലായ്പ്പോഴും പറയുന്ന പോലെ ജീവിതം വളരെ ചെറുതാണ്. ചിന്തിച്ച് പ്രവർത്തിക്കുക. എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും ഒരു 3 വട്ടം ചിന്തിക്കുക. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ തെറ്റിനുള്ള ശിക്ഷ ഉറപ്പായിട്ടും ദൈവം നമുക്കൊരു നാൾ തരും. അപ്പോൾ ആ സമയത്ത് കുറ്റബോധം കൊണ്ട് തിരുത്താനാവില്ല ചെയ്തതൊന്നും. നല്ല രീതിയിൽ ചിന്തിക്കുക, പ്രവർത്തിക്കുക, ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കുക. ചെറിയ ജീവിതമാണ്, ഇൻഷാ അല്ലാഹ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയിട്ടില്ല. ലോങ് വീഡിയോസ് കാണണം കേട്ടോ. എൻ്റെ വാച്ച് ഓവർ കംപ്ലീറ്റ് ആക്കാൻ കൂടണേ. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോസായിട്ട് വരുന്നുണ്ട്. സാധാരണ ഞാൻ കുക്കിംഗ് വീഡിയോസാണ് അപ്ലോഡ് ആക്കാറ്. പിന്നെ സൺഡേയിൽ മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ അങ്ങനെ എന്നും ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുമ്പോൾ ഡെയിലി അതന്നെ അപ്ലോഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോർട്സ് മാത്രം ഇടുന്നത്. പറ്റുകയാണെങ്കിൽ ലോങ് വീഡിയോസും കൂടി കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ് എൻ്റെ ആ ഒരു ഇഷ്ടങ്ങളിലോട്ട് എത്തിപ്പെട്ടാൽ അത് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കേണ്ടത്. അന്നേരം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇപ്പോൾ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ്. ഓക്കെ, നല്ല വീഡിയോസ് ആയിട്ട് വരട്ടെ കേട്ടോ.